നമസ്കാരം. ക്രൂഡ് ഓയിൽ വിൽപ്പനയിലും ഇറക്കുമതിയിലും വൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് മറ്റു പല രാജ്യങ്ങൾക്കും അടികിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭാഗികമായിട്ടെങ്കിലും ബാധിക്കുന്നത് ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന വില വർധനവിനെയാണ്. അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള എണ്ണ കയറ്റുമതി സൗദി അറേബ്യ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ റഷ്യ കളം പിടിച്ചതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഇറക്കുമതി മേഖലയിൽ സൗദി അറേബ്യയുടെ വിഹിതത്തിൽ ഇടിവ് നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യയിലെ സ്വകാര്യ റിഫൈനറികൾ വൻ കുറവ് വരുത്തിയിരിക്കുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, നയാര എനർജി തുടങ്ങിയ പ്രമുഖ സ്വകാര്യ റിഫൈനർമാർ നവംബറിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി 18% കുറച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ നിന്നുള്ള വിലക്കിഴിവ് വലിയ തോതിൽ കുറഞ്ഞതായാണ് ഇന്ത്യൻ കമ്പനികളുടെ നിലപാട് മാറ്റത്തിന് പ്രധാനമായും കാരണമായത്. യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ വലിയ തോതിൽ വിലക്കിഴിവ് നൽകിയായിരുന്നു ഇന്ത്യൻ കമ്പനികളെ റഷ്യ ആകർഷിച്ചത്. ഇതോടെ ഇറക്കുമതി ചിലവ് കൂടുതലാണെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. 2022 ഫെബ്രുവരിക്ക് ശേഷം ഇന്ത്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലെ റഷ്യൻ വിഹിതം ശരാശരി 40%. എന്നാൽ അടുത്തിടെയായി നൽകി വരുന്ന വിലക്കിഴിവ് റഷ്യ വലിയ തോതിൽ വെട്ടിക്കുറച്ചു. സ്വകാര്യ റിഫൈനർമാർ റഷ്യയിൽ നിന്ന് നവംബറിൽ 72,655 BPD എണ്ണ ഇറക്കുമതി ചെയ്തെന്നാണ് എനർജി കാർഗോ ട്രേഡിംഗ് സ്ഥാപനമായ ബോർടെക്സിയുടെ കണക്കുകൾ പറയുന്നത്. ഒക്ടോബറിൽ ഇത് 88 BPDയും സെപ്റ്റംബറിൽ 76 BPDയുമായിരുന്നു. ഇറക്കുമതിയിൽ കുറവുണ്ടായിട്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് വിതരണക്കാരായി തുടരാൻ റഷ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. നവംബറിൽ ഇന്ത്യയിലെ റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വിഹിതം 38%. ഒക്ടോബറിലെ 39%-ൽ നിന്നും 1% കുറവുണ്ടായി. റഷ്യയ്ക്ക് മാത്രമല്ല, ഇന്ത്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ ഇറാഖിനും കഴിഞ്ഞ മാസം തിരിച്ചടി നേരിടേണ്ടി വന്നു. അറബ് രാഷ്ട്രത്തിന്റെ ഇറക്കുമതി വിഹിതം ഒക്ടോബറിലെ 20%-ൽ നിന്നും നവംബറിൽ 17% കുറഞ്ഞു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ ഇറക്കുമതിയിൽ വർധനവ് രേഖപ്പെടുത്തിയത് സൗദി അറേബ്യയും UAEയുമാണ്. പട്ടികയിൽ 3ഉം 4ഉം സ്ഥാനം ഇവർ നിലനിർത്തുമ്പോൾ 5%-മായി അമേരിക്ക 5ാമതുണ്ട്. ഇക്കാലയളവിൽ തന്നെ രാജ്യത്തെ ആഭ്യന്തര പെട്രോളിയം ഉൽപ്പന്ന ഉപഭോക്താവിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം, ദ്രവീകൃത പെട്രോളിയം വാതകം എന്നിവയുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ ഏപ്രിൽ-ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയുടെ ആഭ്യന്തര പെട്രോളിയം ഉൽപ്പന്ന ഉപഭോഗം 137.6 ദശലക്ഷം ടണ്ണായി ഉയർന്നു. നവംബറിൽ സ്വകാര്യ റിഫൈനറുകളുടെ കയറ്റുമതിയിൽ വർധനവ് രേഖപ്പെടുത്തിയെന്നതും ശ്രദ്ധേയമാണ്. സ്വകാര്യ കമ്പനികളുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ 5% വർധനവാണ് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ ഇടിവും നവംബർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് 27 ലക്ഷത്തിലധികം BPD ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്തപ്പോൾ 12 ലക്ഷത്തിലധികം BPDയുമായി യൂറോപ്പ് 4ാം സ്ഥാനത്താണ്. 22 ലക്ഷത്തിലധികം BPDയുമായി ആഫ്രിക്കയും 1 ലക്ഷത്തിലധികം BPDയുമായി ഓഷ്യാനിയുമാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.